നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ജിൻസോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു ഫ്രീക്കി ഫ്രൈഡേ. അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ നമ്മുടെ റീസെന്റ് ആയിട്ട് അടുത്തിടയ്ക്ക് നമ്മുടെ കൊച്ചിയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മൊത്തം നടന്ന ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നമ്മൾ എടുത്ത് അതിനെ കീറിമുറിക്കുന്നു, നമ്മളതിന്റെ കാരണങ്ങൾ അനലൈസ് ചെയ്യുന്നു, നമ്മളതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു, നമ്മൾ നല്ല ഒരു റൈഡർ അല്ലെങ്കിൽ ഡ്രൈവറായി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നു. അതാണ് ഫ്രീക്കി ഫ്രൈഡേ. ഫ്രീക്കി ഫ്രൈഡേയിൽ ഈ എപ്പിസോഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ചില കളമശ്ശേരി HMT ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുന്നാടി ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. ഒരു ചേച്ചിക്ക് അപകടം പറ്റിയിരുന്നു. പോലീസുകാരുടെ പിഴവ്, ട്രക്കുകാരുടെ പിഴവ്, ചേച്ചിന്റെ പിഴവ് എന്നൊക്കെ പല അനുമാനങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് അതിനെല്ലാം കീഴ്മറിക്കാൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്തായിരിക്കും അവിടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നത് എന്ന്. ആദ്യമായി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. അവിടെ കറക്റ്റായിട്ട് അറിയാം, ആ പോലീസുകാർ അവിടെ നിൽക്കുന്ന ആ കറക്റ്റായിട്ട് പെണ്ണ് അങ്ങോട്ട് വെട്ടിച്ചാ ലോറിക്ക് തട്ട് കിട്ടിയത്. ആ പോലീസുകാരുടെ ചെക്കിങ് അവിടെ നടന്നുകൊണ്ടാണ് ആ പെണ്ണിന് അതിൽ കൂടി പോകാൻ പറ്റാതായത്. ചേച്ചിക്കും ചേച്ചിക്ക് കുടുംബത്തിന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അപകടങ്ങൾ നമ്മൾ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. അപകടങ്ങളുടെ ദൃശ്യങ്ങൾ വളരെ പക്വതയോടുകൂടി നമ്മൾ കാണുക, നമ്മൾ അതിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് ഇൻസിഡന്റിലേക്ക് കിടക്കാം. നമുക്ക് 3 സൈഡിൽ നിന്ന് നമുക്ക് ഈ ഇൻസിഡന്റിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ സൈഡ് ട്രക്കുകാരൻ്റെ സൈഡ്, രണ്ടാമത്തെ സൈഡ് സ്കൂട്ടർ ചേച്ചിയുടെ സൈഡ്, മൂന്നാമത്തെ സൈഡ് ആ എൻവയോൺമെന്റ്, അതായത് മൊത്തത്തിൽ ആ ഒരു പ്രകൃതി, ആ ഒരു എൻവയോൺമെന്റിൽ എന്തൊക്കെ സംഭവിച്ചാൽ എന്തൊക്കെ അതിനകത്ത് തെറ്റുകളുണ്ട്. നമ്മുടെ മെയിൻ അപകടങ്ങളുടെ ഫാക്ടേഴ്സ് വരുന്നത് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നയാള്, അപകടം പറ്റിയ ആള്, അതുപോലെ തന്നെ ആ ഒരു എൻവയോൺമെന്റും അഫക്റ്റഡ് ആണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. കളമശ്ശേരി HMT ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര അധികമായിട്ടുള്ള ഒരു ട്രാഫിക്, ഭയങ്കര കൺജഷൻ ഉള്ള ഒരു സ്ഥലമായിരുന്നു. റീസെന്റ് ആയിട്ട് അവിടെ ഒരു അപ്ഗ്രേഡ് നടത്തി. അവിടെ ഒരു ടൊയോട്ടോന്റെ ഷോറൂം ഉണ്ട്. ആ ഷോറൂമിനെ ഒരു മീഡിയൻ ആക്കി വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ട്രാഫിക് പരിഷ്കരണം നടത്തി. ട്രാഫിക്കിന്റെ ഫ്ലോ ഇപ്പം വളരെ സ്മൂത്ത് ആണ്. അതിനുശേഷമാണ് ഈ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ട്രക്കിന്റെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കിക്കളയാം. ട്രക്കിന്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ ആണ് സ്കൂട്ടർ. അതായത് ട്രക്സ്, നീളമുള്ള വാഹനങ്ങൾ, ബസ്സുകൾ, ഇവർക്കെല്ലാം ഉള്ള ഒരു സംഭവമാണ് ബ്ലൈൻഡ് സ്പോട്ട്. അതായത് പല സ്ഥലങ്ങളിൽ മുന്നിലുള്ള ഭാഗങ്ങൾ, ചെറുതായിട്ട് സൈഡിലുള്ള ഭാഗങ്ങൾ, ഇവിടെയൊന്നും ഡ്രൈവറിന്റെ എത്ര മിറർ വെച്ച് കഴിഞ്ഞാലും യൂഷ്വലി ശ്രദ്ധ എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ കാണാൻ കഴിയില്ല, ആ ഒളിച്ചിരിക്കുന്ന പോലെ തോന്നും. ട്രക്കിന്റെ പുറകിൽ നിന്നൊക്കെ വണ്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ട്രക്കുകാരൻ അല്ലെങ്കിൽ ബസ്സുകാരന് പെട്ടെന്ന് കാണാൻ പറ്റുകയില്ല. അതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. കാറുകൾക്കും ഒരു പരിധിവരെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ബൈക്കുകൾക്കും ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ ട്രക്കുകാരന്റെ റൈറ്റ് സൈഡിൽ മീഡിയൻ ഉണ്ട്. അതായത് അതിലൊരു മീഡിയൻ വെച്ചിരിക്കുകയാണ്. ആ റൈറ്റ് സൈഡ് കൂടി ഇങ്ങനെ ചേർന്ന് പോകുമ്പോഴും മുന്നിലെ, അതായത് ട്രക്കുകാരന്റെ റൈറ്റ് സൈഡിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മീഡിയൻ ആയിട്ട് ഡിവിഷൻ, അവിടെ റോഡിന്റെ ഡിവിഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ട്രക്കുകാരന് എന്ത് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ഒരു റൈറ്റ് സൈഡിൽ കുറച്ചും കൂടെ ചേർത്ത് പിടിച്ച്, ആ മീഡിയനോട് വളരെ ചേർത്ത് പിടിച്ച് പോകാമായിരുന്നു. അവിടെ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ സ്കൂട്ടറിന്റെ സൈഡ് അനലൈസ് ചെയ്ത് നോക്കാം. സ്കൂട്ടർ ചേച്ചിക്ക് മോസ്റ്റ്ലി അറ്റ് ഫോൾട്ട് സ്കൂട്ടറുകാരി തന്നെ ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോലീസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ട്രാഫിക് സ്റ്റക്ക് ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു ബൈക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ചേച്ചി പോലീസുകാരനെ കണ്ടു, അവിടെ വെട്ടിച്ചു. അതിന് മുന്നേ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു എൻവയോൺമെന്റിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ പറയാം. ചേച്ചി ഒരു ഇന്റർലോക്കിൽ കൂടെ ഇറങ്ങി കയറിയാണ്. അപ്പം ചെറുതായിട്ട് ബാലൻസിങ്ങിന്റെ ചെറിയ ഇഷ്യൂസും നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരിക്കും. ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ട്രാഫിക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെയാണ് വളവ് ഇങ്ങനെയാണ് തിരിഞ്ഞിങ്ങനെ പോകുന്നത്. അപ്പോൾ ചേച്ചി ഇവിടെ നിന്നും റൈറ്റ് സൈഡിലുള്ള ട്രാഫിക് ഇങ്ങനെയാണ് വളയുന്നത് എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ചേച്ചിക്ക് പറ്റിയിരുന്നിട്ടുണ്ടായിരുന്നിരിക്കില്ല. അതാണ് മെയിനായിട്ട് അവിടെ പറ്റിയ തെറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് നിർത്തണം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ഷോൾഡർ ചെക്കായിട്ട് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നായിരിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് നമുക്ക് എൻവയോൺമെന്റിന്റെ കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഈ ആക്സിഡന്റ് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത സിറ്റുവേഷൻ, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് എൻവയോൺമെന്റിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഇന്റർലോക്ക് പ്ലസ് ടാർ റോഡാണ്. ഈ ഇന്റർലോക്കിന്റെ ടാറിന്റെ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ അല്ല, ഒരു 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 വൃത്തിയില്ലാതെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ടാർ റോഡ് ഇങ്ങനെ വന്നിട്ട് അതിനൊരു വീതി കുറഞ്ഞു കൂടി വരുന്ന ഒരു സർക്കംസ്റ്റാൻസസ് ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇന്റർലോക്ക് ഇങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ആ റോഡിൽ കൂടെ ഇടത്ത് സൈഡിൽ കൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോലീസുകാരെ നിൽക്കുന്നതിന്റെ ആ ട്രക്കിന്റെ ആ ഒരു നടുക്കുകൂടെയാണ് നമുക്ക് പോകേണ്ടിയിരുന്നത് എന്ന് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇറങ്ങി ഇന്റർലോക്കിൽ കൂടെ ഇറങ്ങി
ടാറിൽ കൂടെ കയറി അങ്ങനെ വേണം നമുക്ക് റോട്ടിലേക്ക് പിന്നെ പോകാനായിട്ട്. അപ്പോൾ എന്ത് പറ്റും, നാച്ചുറലി നമ്മുടെ ഒരു ഇൻക്ലിനേഷൻ റോട്ടിൽ ടാറിട്ട റോട്ടിൽ കൂടെ പോകാനാണ്. ഇന്റർലോക്ക് എന്ന് പറയുന്നത് റോഡിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ മസിൽ മെമ്മറിയിൽ ചിലപ്പോൾ അത് രജിസ്റ്റർ ആകില്ല അൺലെസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് നോട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ ജംഗ്ഷനിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ അവിടുത്തെ പ്രശ്നം, സൈഡിൽ പോലീസ് ചെക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് അപകടം നടന്നു. അതായത് പോലീസുകാർ അവർ ചെക്കിംഗ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അപകടം നടന്നു എന്ന് ഞാൻ പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഴയത്ത് നമ്മൾ ബ്രേക്ക് പിടിച്ച് തെന്നി വീണ് കഴിഞ്ഞിട്ട് മഴയാണ് നമ്മൾ തെന്നി വീഴാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. നമ്മൾ ഇന്ത്യയിലാണ് ഓടിക്കുന്നത്, നമ്മൾ കേരളത്തിലാണ് ഓടിക്കുന്നത്, നമ്മൾ സിറ്റീസിലാണ് ഓടിക്കുന്നത്. നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ, കാര്യങ്ങൾ, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതുപോലെ തന്നെ ശീലിച്ചു വന്നിട്ടുള്ള ഡ്രൈവിംഗ് പ്രാക്ടീസസ്, ഇതൊന്നും നമ്മൾ വളരെ സേഫ് ആയിട്ട് റോട്ടിൽ ബാക്കിയുള്ളവർ, അതായത് മൊത്തം എൻവയോൺമെന്റ് സേഫ് ആയിരിക്കണം എന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്താണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലാണ്, ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ഉള്ളത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഡിഫെൻസീവ് റൈഡിങ്. അതിനെപ്പറ്റി കൂടിയാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഓരോ സൈഡിൽ നിന്നും, അതായത് പ്രകൃതിയുടെ സൈഡിൽ നിന്നും, സ്കൂട്ടർ ചേച്ചിയുടെ സൈഡിൽ നിന്ന്, ട്രക്കിന്റെ സൈഡിൽ നിന്ന് അപകടങ്ങൾ അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമായിരുന്നിരിക്കാം, അതായത് എന്തൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ അവിടെ നടക്കൂല എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ട്രക്ക് ഡ്രൈവറിന് കുറച്ചും കൂടെ കോഷ്യസ് ആകാമായിരുന്നു. അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്, ഒരു ബിസി ഇന്റർസെക്ഷൻ ആണ്. ആ ട്രക്ക് ഡ്രൈവർ ബ്രേക്ക് പിടിച്ചതായിട്ട് ആ വീഡിയോയിൽ കാണുന്നില്ല, പ്രോബബിൾ ബ്രേക്ക് ലൈറ്റ് ഫെയിൽ ആയിരുന്നിരിക്കാം. എനിവേസ്, ട്രക്ക് ഡ്രൈവറിന് കുറച്ചും കൂടെ സ്പീഡ് ഒന്ന് മോഡുലേറ്റ് ചെയ്യാമായിരുന്നു. സിറ്റീസിലുള്ള ഒരു പ്രശ്നമാണ് ഇടതുവശത്ത് കൂടെ നിങ്ങളിങ്ങനെ കയറി പോകുന്നത്, അവിടെ മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു ഫാക്റ്റാണ്. നിയമപരമായിട്ട് കയറി പോകാൻ പാടില്ല. എങ്കിലും കൊച്ചിയിൽ ഡ്രൈവിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൊച്ചി അല്ലെങ്കിൽ സിറ്റീസിൽ, യൂഷ്വലി സിറ്റീസിൽ, ഇന്ത്യൻ സിറ്റീസിൽ ഡ്രൈവിംഗ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. ട്രക്ക് ഡ്രൈവേഴ്സിന് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ട്. അവരെത്ര നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈഡിലേക്ക് വളരെയധികം ചേർന്ന് വരുന്നതായിട്ട് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബൈക്കുകാർ കുത്തിക്കയറ്റുന്ന പോലെ ഒരു സീനുണ്ട്. യെസ്, എല്ലാവരും തിരക്കുകാർ തന്നെ. പക്ഷെ എന്നിരുന്നാലും ട്രക്ക് ഡ്രൈവറിന് കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് കോഷ്യസ് ആകാമായിരുന്നു, ഒരു കേർട്സി കൊടുക്കാമായിരുന്നു അവിടെയുള്ള ബാക്കിയുള്ള യാത്രക്കാർക്ക്. ഒരു ഇമ്പ്രൂവ്മെന്റ് പോയിന്റ് പോലെ മാത്രം. എല്ലാ സ്ഥലത്തും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്താലേ നമ്മുടെ ആക്സിഡൻസ്, നമ്മുടെ റേറ്റുകൾ കുറയുള്ളൂ, ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് നടക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ്. അടുത്തത് സ്കൂട്ടർ ഓടിക്കുന്ന ചേച്ചി. സ്കൂട്ടർ ഓടിക്കുന്ന ചേച്ചിമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുമുള്ള വണ്ടികൾ എല്ലാവരും നമ്മളെ കൊല്ലാനാണ് നോക്കുന്നത്. ചാകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിനെക്കുറിച്ച് സ്കിൽസ് പഠിച്ചിരിക്കണം, പഠിക്കേണ്ടി വരണം, പഠിക്കണം എപ്പോഴും. അതായത് കൊച്ചിയിൽ പല ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ബസ്സിന്റെ അടിയിൽപ്പെട്ട് ചേട്ടൻ സ്കൂട്ടർ ഓടിക്കുന്ന ആളുകൾ മരിച്ചു പോകുന്നു. യൂഷ്വലി പ്രൈവറ്റ് ബസ്സുകാർ ഭയങ്കര അഗ്രസീവായിട്ടാണ് കൊച്ചിയിൽ വണ്ടി ഓടിക്കുന്നത്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ട്രക്കുകാരും കുറച്ചും കൂടെ അഗ്രസീവായിട്ടാണ്. ടാങ്കർ ലോറികൾ കൂടുതൽ ഉണ്ട്, കുറേ ആക്സിഡൻസ് വരുന്നുണ്ട്. നമ്മൾ സ്കൂട്ടറുകാർ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ട്രാഫിക്കിനേക്കാൾ കുറച്ച് സ്ലോ സ്പീഡിലാണ് പോകുന്നത്. അതാണ് കാരണം നമ്പർ 1. എങ്കിലും നമ്മുടെ ട്രക്കിൻ്റെ സൈഡിൽ, ബസ്സിൻ്റെ സൈഡിൽ എപ്പോഴും നമ്മൾ പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ട്രക്കിന്, ബസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കാം. ഒരു ട്രക്കിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടാണ് നിങ്ങൾ ഈ കാണുന്നതല്ല. ഞാൻ താഴെ ലിങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കൂ. ഹോളയോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അവരുടെ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ സേഫ്റ്റി, റോഡ് സേഫ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ബ്ലൈൻഡ് സ്പോട്ട്സിനെ പറ്റിയും ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു ബിഹേവിയറിനെ പറ്റിയും, എങ്ങനെ ട്രക്ക് ഡ്രൈവേഴ്സ് നിന്ന് കുറച്ച് ദൂരം പാലിക്കേണ്ടതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളെ പറ്റി കറക്റ്റായിട്ട് അവർ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും അതിനകത്ത് കറക്റ്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്കൂട്ടർ ചേച്ചിമാർക്ക് വേറൊരു കാര്യം, അതായത് സ്കൂട്ടർ ഓടിക്കുന്ന, ബൈക്ക് ഓടിക്കുന്ന എല്ലാവർക്കും വേറൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ചെക്ക് എന്നാണ്. നമ്മുടെ ഹെൽമെറ്റിന്റെ വിസിബിലിറ്റി നമുക്ക് ഏകദേശം ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അവർ ആ ഒരു സമയത്ത് നമുക്ക് ഷോൾഡർ ചെക്ക് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മുടെ ഷോൾഡർ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ മുന്നോട്ട് നോക്കാം. അതിനാണ് ഷോൾഡർ ചെക്ക് എന്ന് പറയുന്നത്. ആ സംഭവം ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഇടത്തേക്കാണെങ്കിലും വലത്തേക്കാണെങ്കിലും ഷോൾഡർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മിററുകൾ മര്യാദയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഷോൾഡർ ചെക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പുറകിൽ നിന്നുള്ള വണ്ടികൾ അല്ലെങ്കിൽ മുന്നിൽ നിന്നുള്ള വണ്ടികൾ എങ്ങനെ പോകുന്നു, എങ്ങനെ അത് മാനേജ് ആവുന്നു, എങ്ങനെ ട്രാഫിക്കിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് അങ്ങനെ കൃത്യമായിട്ട് ഷോൾഡർ ചെക്ക് ചെയ്യുന്നതിലൂടെ, മിററുകൾ യൂസ് ചെയ്യുന്നതിലൂടെ കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ അടുത്ത ഒരു പോയിന്റാണ് ലെയിൻ ഡിസിപ്ലിൻ. അതായത് ഏതൊരു റോഡും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ ഒരു 2 ലൈൻ ഹൈവേ ആണ് പോകുന്നതെങ്കിൽ അതിന് നമുക്ക് ഇടതുവശത്ത്, നമ്മൾ സ്ലോ മൂവിങ് ട്രാഫിക്കിൽപ്പെട്ട ആളുകളാണ് നമ്മളെന്നുണ്ടെങ്കിൽ ഇടതുവശത്ത് ആ ഒരു 2 ലൈൻ റോഡ് അങ്ങോട്ടുണ്ട്, 2 ലൈൻ റോഡ് ഇങ്ങോട്ടുണ്ടെന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ ഇടതുവശത്തിനെ, ഈ ലെഫ്റ്റ് ലൈറ്റ്, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിനെ പിന്നെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വളയുമ്പോൾ
അല്ലെങ്കിൽ ആ റോഡൊന്ന് തിരിയുമ്പോൾ, നമ്മുടെ നാട്ടിൽ കുറേ വളവുകളും തിരിവുകളുള്ള റോഡുകളാണ്. ആ വളവ് തിരിയുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ റോഡിനൊരു ചെരിവ് വരുമ്പോൾ നമ്മുടെ ഇടതുവശം കീപ്പ് ചെയ്യുക. നമ്മുടെ ഹ്യൂമൻ മെന്റാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസിങ്ങിൽ, ഗിയർ ബാലൻസ് എന്നൊക്കെ പറയുന്നത്, ആ ബാലൻസിങ് ഫ്ലൂയിഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മൂവ്മെന്റ്സ് നമുക്ക് പറ്റത്തില്ല. അന്നേരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ ഒരു വലത്തെ വശത്തേക്ക് ഒരു ടേൺ എടുത്തു, നമ്മൾ ഇന്ത്യയിൽ ഇടതുവശത്താണ് ഡ്രൈവ് ചെയ്യുന്നത്, നമ്മൾ വലതുവശത്തേക്ക് ഒരു ടേൺ എടുക്കുമ്പോൾ നമ്മുടെ ഇൻക്ലിനേഷൻ, നമ്മുടെ ഒരു ചായ്വ് എന്ന് വെച്ചാൽ വലതുവശം കൂടി അധികം ചെരിയാതെ, അല്ലെങ്കിൽ അധികം ബാലൻസ് ഒന്നും പോകാതെ, അധികം വണ്ടി ചെരിയാതെ അല്ലെങ്കിൽ ഷെയ്ക്ക് വരാതെ അങ്ങനെ പോകാനാണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഓരോ ജംഗ്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ എതിരെ ഇടതുവശത്ത് കൂടെയാണ് വണ്ടി വരുന്നത്, ഓപ്പോസിറ്റ് വണ്ടി വരാനുള്ള സാധ്യതകൾ, അത് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ഇതൊരു വേറൊരു മെയിൻ പോയിന്റാണ്. അപ്പോൾ ഏതൊരു റോഡിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ വലത്തേക്ക് തിരിയുന്ന ഒരു റോഡാണെങ്കിലും ഇടത്തേക്ക് തിരിയുന്ന ഒരു റോഡാണെങ്കിലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനെ എപ്പോഴും ഇടതുവശം ചേർന്ന് പോകാൻ ശ്രമിക്കുക. എസ്പെഷ്യലി കോർണർ ഇങ്ങനെ തിരിയുവാണെങ്കിൽ ഈ കംപ്ലീറ്റ് ഇടതുവശം കൂട്ടി പോവുക. വലത്തേക്ക് തിരിയുന്ന ഒരു കോർണർ ആണെങ്കിൽ കംപ്ലീറ്റ് ഇടതുവശം കൂട്ടി പോവുക. വലതുവശത്തേക്ക് കയറാതിരിക്കുക. എപ്പോഴും ലൈൻ കറക്റ്റായിട്ട് നിങ്ങൾ പോകുന്ന പാത്ത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. പിന്നെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. മുന്നിൽ ഒരു വണ്ടി കുറച്ച് റോങ് സൈഡ് കയറി വന്നാലും അവർക്കും റിയാക്ട് ചെയ്യാൻ പറ്റും, നമുക്കും റിയാക്ഷൻ സമയം കിട്ടും, നമുക്കും പുറത്തേക്ക് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വെട്ടിക്കണം, നമ്മുടെ സൈഡ് ചേർത്ത് പിടിക്കണം എന്ന് ഉള്ള ഒരു സിറ്റുവേഷനിൽ അപകടങ്ങൾ നടക്കാതിരിക്കും. അടുത്തത് സ്കൂട്ടർ ചേച്ചിമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ബാലൻസിങ് എക്സസൈസുകൾ പഠിക്കുക. അതായത് വണ്ടിയിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ചേച്ചിമാരെ നമ്മൾ കളിയാക്കും, യൂഷ്വലി ഒരു സ്കൂട്ടർ ജംഗ്ഷനിൽ എത്തുമ്പോൾ ലാൻഡിങ് ഗിയർ ഇട്ടു, മറ്റേ വിമാനം ലാൻഡിങ് ഗിയർ ഇടുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ തന്നെ ബാലൻസ് ആ ഒരു സംഭവങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയല്ല ബാലൻസ്, സ്കൂട്ടർ കാലുമേ തന്നെ വെച്ച് ബാലൻസ്, സ്കൂട്ടറുമേ തന്നെ വെച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക, അത് പഠിക്കുക. വീടിനടുത്തുള്ള ചെറിയ ചെറിയ കട്ടറുകൾ, കാര്യങ്ങൾ, ഈവൻ വീടിന് മുന്നിൽ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശനിയാഴ്ചകളിൽ ഒരു ഞായറാഴ്ചകളിൽ ഒരു 30 മിനിറ്റ്സ് സ്കൂട്ടർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സമയം കളയുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സിന് നിങ്ങളുടെ ലൈഫ് സേവിങ് സ്കിൽസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ചെറിയ കല്ലിൻ്റെ മേലെ കൂടെ കയറ്റി ഇറക്കുക, എന്താണ് ഫീലിംഗ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ കല്ലിൻ്റെ മേലെ കൂടെ ബാലൻസ് തെറ്റാതെ പോകാനുള്ള ഫീലിംഗ് മനസ്സിലാക്കുക. അങ്ങനെ തന്നെ എല്ലാവരും പഠിക്കുന്നത്. അത് ആണുങ്ങൾ പെട്ടെന്ന് പഠിച്ചു വരും, പെണ്ണുങ്ങൾക്ക് ചേച്ചിമാർക്ക് എന്ന് പറയുമ്പം അതിനൊരു ബുദ്ധിമുട്ട് വരും. അത് അയ്യോ പാവേ, അതൊരു പേടിയാണ്. ആ പേടിയൊന്ന് ഓവർകം ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടും. അടുത്തത് നമ്മുടെ എൻവയോൺമെന്റിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാമായിരുന്നു. പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, കാര്യം HMT ജംഗ്ഷന്റെ ട്രാഫിക് പരിഷ്കരണമൊക്കെ നല്ലതായിരുന്നു. ഹൗവർ ചെക്കിങ് വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചെക്കിങ് വേണം, എന്തായാലും ചെക്കിങ് വേണം. ചെക്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കറക്റ്റായിട്ട് നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുള്ളത് ഡെഫിനറ്റ്ലി ആയിട്ട് വേണം. എന്നിരുന്നാലും ഒളിച്ചിരുന്ന് ചാടി പിടിക്കാതെ അല്ലെങ്കിൽ റോഡ് തയ്യാറാതെ ചെക്കിങ് നടത്തിക്കൂടെ? ആ റോഡിലേക്ക് കുറച്ച് കൂടുതൽ പോലീസുകാർ വന്ന് നിന്നിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതും ഒരു ഫാക്ടറാണ്, ഒരു അപകടത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. എൻ്റെ പേപ്പറുകളും വണ്ടികളുടെ പേപ്പറുകളെല്ലാം 100% ശരിയുള്ള പോലീസ് അവിടെ ഉള്ളപ്പോൾ നമുക്കൊരു ചങ്കെടുക്കുക, എന്തിനായിരിക്കും പിടിക്കുന്നത്, നമ്മുടെ സമയം പോകുമില്ല. ആ ഒരു ചങ്കെടുപ്പ് യൂഷ്വലി എല്ലാവർക്കും ഉണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലും ആ ഒരു ട്രാഫിക്കിന്റെ ഒരു സമ്മർദ്ദത്തിലും പെട്ടെന്ന് ആളുകളെ സമ്മർദ്ദത്തിൽ പെടുത്താതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവിടുത്തെ റോഡിന്റെ നിയമങ്ങൾ, ട്രാഫിക്കുകൾ, മീഡിയൻസ്, ഇതൊക്കെ വലിയ വലിയ ഫാക്ടറുകളാണെങ്കിലും ആ ഒരു കാര്യം അവിടെ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നായിരിക്കും. പക്ഷെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ചാകാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബാക്കിയുള്ളവരെല്ലാം നമ്മളെ കൊല്ലാൻ നോക്കും. ഇറ്റ് ഈസ് എ ഫ്രീക്കിംഗ് ജംഗിൾ എന്ന് പറയുന്നത്. റോഡ് ഈസ് എ ജംഗിൾ. നമുക്ക് മാത്രമേ വിവരവും വിദ്യാഭ്യാസം ഉള്ളൂ, നമുക്ക് മാത്രമേ സ്കിൽസ് ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ കൊല്ലാൻ നോക്കും. ചാകാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. റൈഡ് സേഫ്. അടുത്ത പ്രാവശ്യം ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് അടുത്ത ഫ്രൈഡേ നമുക്കൊരു റോഡ് റേജ് ഇൻസിഡന്റിനെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. റോഡ് റേജ് കാരണം കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായി. ഇന്നലെയാണ് അതിന്റെ വാർത്ത വന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫ്രീക്കി ഫ്രൈഡേ നല്ലതാണോ ചീത്തയാണോ? നമ്മൾ ഇതിനകത്ത് ആക്സിഡന്റ് അനലൈസ് ചെയ്യുന്നത് നല്ലതാണോ? നിങ്ങൾക്ക് ഈ വീഡിയോ സീരിയസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം. നമുക്ക് ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കുണ്ടായേക്കുന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. ബാക്കിയുള്ളവർക്കും ഉപകാരം ഉണ്ടാകട്ടെ. ദിസ് ഈസ് ഫ്രീക്കി ഫ്രൈഡേ. ടിൻസോ പ്രോ സൈനിങ് ഓഫ്. റോഡിൽ കാണാം. സുലാൻ റൈഡ് സേഫ്.